റഷീദ്, നേരത്തെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ ഒരു ചർച്ച നടത്തിയെന്ന ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം അത്തരത്തിൽ സ്ഥിരീകരിക്കുന്ന ഒരു വിവരങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിൽ കൂടി പാകിസ്ഥാനിലെ ലാഹോറിൽ ഇപ്പോൾ തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ അതിർത്തിയിലേക്ക് യുദ്ധവിമാനങ്ങൾ പറന്നെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ശേഷം സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ ചർച്ച നടത്തിയതിനു ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വീണ്ടും പ്രകോപനം ഇപ്പോഴും ഉണ്ടാകുന്നു. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ അതിക്രമത്തിലേക്ക്, അറ്റാക്കിങ്ങിലേക്ക് പോവുകയാണ് പാകിസ്ഥാൻ എന്ന് കരുതേണ്ടിയിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? കാരണം ലാഹോറിൽ വലിയ രീതിയിലുള്ള പാകിസ്ഥാൻ സേനാ വിന്യാസം എന്ന് പറയുമ്പോൾ ആ ലാഹോർ കേന്ദ്രീകരിച്ച പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ വാണിജ്യ നഗരമാണ് ലാഹോർ. അവിടെ നിന്ന് 2 മണിക്കൂർ സഞ്ചരിച്ച അകലെയല്ല വാഗാ അതിർത്തി എന്ന് പറയുന്നത്, ഇന്ത്യയിലേക്ക് കടക്കുന്ന കവാടം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യയുടെ തിരിച്ചടിയെ വലിയ രീതിയിൽ തന്നെ ഭയക്കുന്നുണ്ട് പാകിസ്ഥാൻ. വിനീഷ, തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. കാരണം ഏറെ സങ്കീർണമായിട്ടുള്ള ഇപ്പോൾ അതിർത്തി മേഖലകളിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനം തുടർന്ന സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പാക് പ്രകോപനങ്ങളൊക്കെ തന്നെയും തുടർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ ചർച്ച നടന്നതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇതുവരെയും നടത്തിയിട്ടില്ല. അതായത് ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അതോടൊപ്പം പാകിസ്ഥാൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അസിം മാലിക്കും തമ്മിലാണ് ഇത്തരത്തിലൊരു ചർച്ച നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ചില പാക് മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. നേരത്തെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം തുടരുകയും അതോടൊപ്പം ഇന്ത്യയിലെ സാധുക്കളായിട്ടുള്ള 26 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഈ ഭീകരവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നുള്ളത് തന്നെയായിരുന്നു ഇന്ത്യയുടെ ഒരു നിലപാട്. അത്തരം നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ഉഭയകക്ഷി ചർച്ചക്കോ അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഉപദേഷ്ടാക്കൾ ചർച്ച ചെയ്യുമോ എന്നുള്ളത് ഇനിയും വ്യക്തത വരുത്തേണ്ടതാണ്. കാരണം ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകണം എന്നുള്ളത് തന്നെയാണ് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ മൊത്തമുള്ള ഒരു ആവശ്യം. ആ ആവശ്യം സൈന്യം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു സമവായ ചർച്ചയ്ക്ക് ഇന്ത്യ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു, ഷെല്ലാക്രമണം ഉണ്ടാകുന്നു, മറ്റു പാകിസ്ഥാൻ്റെ അതിർത്തികളിൽ മേഖലകളിൽ ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും CRPF ഉദ്യോഗസ്ഥൻ്റെ അടക്കം ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനുമായി ഇന്ത്യ ഒരു നയതന്ത്ര ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പദ്ധതികളും ആസൂത്രണങ്ങളും ഇതിനോടകം തന്നെ കരസേനയും നാവികസേനയും വ്യോമസേനയും സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ തള്ളിക്കളയണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിവിധ നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാകാൻ ഒരു കാരണവശാലും സാധ്യതയില്ല എന്നുള്ള കാര്യവും ഇപ്പോൾ നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെയും സൂചന നൽകുന്നുണ്ട്. അതിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ്റെയും അതോടൊപ്പം ഇന്ത്യയുടെയും സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ ചർച്ച നടത്തി. ഈ നേരത്തെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരുന്നു. അതായത് പകരമായിക്കൊണ്ട് തങ്ങൾ രക്തം വീട്ടുമെന്നല്ലെങ്കിൽ പകരത്തിന് പകരം വീട്ടുമെന്നുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള സമീപനം അല്ലെങ്കിൽ പ്രതികരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ ഭാഗത്ത് നിന്നും അടക്കമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിൽ തന്നെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ രാജ്യം മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയുമായി മുന്നോട്ട് പോകാൻ യാതൊരുവിധ ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം വിദേശകാര്യ മന്ത്രാലയം നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിർത്തി പ്രദേശങ്ങളിലെ ഈ സംഘർഷങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ എടുക്കുന്നു. പിന്നീട്
ഷെല്ലാക്രമണങ്ങൾ അടക്കം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ ശക്തമായിട്ട് തിരിച്ചടി നൽകുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെയും ഒരു നിലപാട്. ഇതിൻ്റെ ഭാഗമായി തന്നെ ആയിരിക്കണം വാൾട്ടൺ മേഖലകളിലടക്കം ലാഹോറിലെ ഗോപാൽ നഗർ അതോടൊപ്പം നസീറാബാദ് പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. എന്തായാലും ഏത് ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ഏത് സേനാ വിഭാഗമാണ് ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, അതായത് ആളപായം ഉണ്ടായിട്ടുണ്ടോ, മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ഇനിയും വരുന്ന മിനിറ്റുകൾക്കകം തന്നെ നമുക്ക് വ്യക്തമാകും. നിലവിലിപ്പോൾ ലാഹോറിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലാഹോറിലെ വിവിധ മേഖലകളിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. വിനിഷ.